ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി കൊണ്ടുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മൈദ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി കൊണ്ട് ചെയ്യുമ്പോൾ മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ശർക്കരപ്പാനി ആവശ്യമുണ്ട്. അതിനായിട്ട് ഇതിലേക്ക് 3 വലിയ ഉണ്ട 3 ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. കുറച്ച് മധുരം കമ്മിയും മതിയെങ്കിൽ ഒരു 2 ശർക്കര എടുത്താൽ മതി കേട്ടോ. ഈ ഒരു കപ്പ് അരിപ്പൊടി 5 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് 2 എടുത്താൽ മതി, പാകത്തിന് മധുരം മതിയെങ്കിൽ. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ശർക്കരയൊന്ന് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ശർക്കരയൊക്കെ മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടാറണം. നല്ല വെള്ളം പോലെ തണുത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാറണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നല്ല ചൂട് ഒഴിച്ചു കൊടുക്കരുത്, ചെറിയൊരു ചൂട് മതി. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നായിട്ട് ആ ഒരു കപ്പ് ശർക്കര മെൽറ്റാക്കിയത് വെള്ളമൊഴിച്ച് മെൽറ്റാക്കിയത് അങ്ങനെ ഒരു കപ്പ് ഒഴിക്കേണ്ട. നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് മിക്സാക്കിയാൽ മതി കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള അരിപ്പൊടി വെള്ളം കുടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ശർക്കര പാനി ആവശ്യമായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച ശർക്കരപ്പാനി അങ്ങനെ ഒഴിക്കരുത്. അത് ഞാൻ പിന്നെയും പറയുന്നത് എന്ന് വെച്ചാൽ മാവ് വെന്ത് പോകും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ചെറിയൊരു ചൂട്, നമ്മൾ കൈ തൊട്ടാൽ പൊള്ളാത്ത സൈസ് ചെറിയ ചൂട് മതി. ഇനി ഇതൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂണോളമൊക്കെ ബാക്കി വന്നിട്ടുണ്ട്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ചെറുതായിട്ട് ലൂസായി വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 5 ഏലക്ക, കുഞ്ഞ് ഏലക്കയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ 5 ഏലക്ക ചേർത്തിട്ടുണ്ട്. ചതച്ചാണ് ചേർത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-25 സെക്കൻഡോളം ഒന്ന് ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിനാണുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. ചെറിയൊരു തരിതരിപ്പ് കിട്ടാനും ഒന്ന് ചെറുതായിട്ട് പുറമൊക്കെ ഒന്ന് ക്രിസ്പി ആകാനും വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നെയ്യിൽ വാട്ടിയിട്ട് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 2 പിഞ്ച് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നെയ്യ് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നായിട്ട് ഒഴിക്കരുത്. 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യമേ വരുള്ളൂ. അത് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഈ ഒരു കട്ടി പോരാ, ഇതിന് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ. നല്ല ചൂടും അല്ല, നമ്മൾ നേരത്തെ ശർക്കരപ്പാനി ചേർത്ത പോലെ കൈയിട്ടാൽ പൊള്ളാത്ത സൈസും ചെറിയ ചൂടുള്ള വെള്ളം 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 പിഞ്ച് അപ്പസോഡയാണ്. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഒരു 2 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ അപ്പസോഡ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതുമാണ് കേട്ടോ. അപ്പസോഡ എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് ഒരു തവി മാവ് കോരി ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചട്ടിയിൽ ഒഴിക്കുന്നതും എല്ലാം മാവ് കോരി ഒഴിക്കുന്നതും ഇടയിലൊന്ന് വീഡിയോ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി ഞാൻ മാവ് എണ്ണയിൽ ഒഴിക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലെ മാവ് ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എണ്ണ ഇങ്ങനെ മുകളിലേക്കൊന്ന് തൂക്കി കൊടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം. എണ്ണയുടെ ചൂട് ഒരുപാട് അങ്ങോട്ട് കൂടി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് ചൂട് കുറഞ്ഞ ലോയിലും വെക്കാൻ പാടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് ആദ്യത്തെ 1-2 എണ്ണം അത്രക്ക് ശരിയായി വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ റെഡിയായി വന്നോളൂ കേട്ടോ. ജസ്റ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഏതൊരു സ്നാക്ക് ആണെങ്കിലും ചിലപ്പോൾ എണ്ണയുടെ ചൂടിനനുസരിച്ചിട്ട് ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് പിന്നീട് മാവ് പിന്നെ അടുത്തത് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് റെഡിയായി വന്നോളൂ. ഇപ്പോൾ കണ്ടോ,
നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് നല്ല ചൂട് എണ്ണയ്ക്ക് പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ല കുട്ടി കുട്ടി നെയ്യപ്പം നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വലുതാക്കി ചെയ്യണമെങ്കിൽ വലിയ ചീനച്ചട്ടിയിൽ കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു കുഞ്ഞു ചീനച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതേ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്, ഞാൻ ചൂടോടെ തന്നെയാണ് ഇത് കാണിച്ചു തരുന്നത്. ഇത് കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ നല്ലോണം കൈയൊക്കെ നല്ല ചൂടായിട്ട് പൊള്ളുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ കാണിച്ചു തരാം. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല ആരെടുത്തിട്ടുള്ള നല്ല അടിപൊളി നെയ്യപ്പം, നമുക്ക് കുട്ടി കുട്ടി നെയ്യപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉള്ള് ഒക്കെ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ആരെടുത്തിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. വീഡിയോ കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അരിപ്പൊടിയും മൈദയൊക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും